രണ്ട് വ്യക്തികൾ അവർക്ക് പരസ്പര സമ്മതമുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് എന്താ എന്നുള്ള ചോദ്യം പലപ്പോഴായി നമ്മളോട് ഈ ലിബറലുകളും നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനമായി അവർ പറയുന്നത് ധാർമ്മികത എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ അടിസ്ഥാന മാനദണ്ഡം എന്ന് പറഞ്ഞാൽ പരസ്പര സമ്മതമാണ്, കൺസെൻ്റാണ്. കൺസെൻറ്റ് ഈസ് ദ കീ അല്ലേ. കൺസെൻറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയാൽ മതി, ബാക്കിയുള്ള നിങ്ങളുടെ ധാർമ്മികതയും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളവിടെയൊക്കെ പറയാറുണ്ട് കൺസെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ കൺസെൻറ്റ് മാത്രമല്ല, അതിനപ്പുറത്തേക്കും ഒരുപാട് ഘടകങ്ങളുണ്ട് സാമൂഹികമായി ഒരു കാര്യം ശരിയും തെറ്റുമാവാൻ എന്നുള്ളതൊക്കെ നമ്മൾ സ്ഥിരമായി പറയാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മളോട് പറയാറുള്ളത് അങ്ങനെയൊന്നുമല്ല, രണ്ട് അഡൽട്സാണ്, അവർ പരസ്പര സമ്മതം ഇട്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നെ ഇത് പ്രായോഗികമായി വരാൻ തുടങ്ങി. പ്രത്യേകിച്ചും ഈ യുക്തിവാദി മീറ്റിങ്ങുകളായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില യുക്തിവാദി സ്ത്രീകൾ നടത്തിയ കൺഫെഷനുകൾ നമ്മുടെ ചാനലിലടക്കം മുമ്പൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ, പുരോഗമന പ്ലാറ്റ്ഫോമുകളിൽ എത്തിപ്പെടുന്ന കുട്ടികളോട് വളരെ മോശമായിട്ട്, സ്ത്രീകളോടായാലും പെൺകുട്ടികളോടായാലും ആൺകുട്ടികളോടായാലും തിരിച്ചു മറിച്ചും ഒക്കെ അവരുടെ കൺസെന്റ് പോലും ഇല്ലാതെ ലൈംഗിക താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. നമ്മളെല്ലാം അനുഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ എന്ത് തരം പുരോഗമനവാദിയാണ്, നീയൊക്കെ എന്ത് തരം പുരോഗമനമാണ് പറയുന്നത്, എന്ത് തരം ആശയമാണ്, എന്ത് തരം എന്താ പറയാ എക്സ്പ്ലോറേഷൻ ആണ് നീയൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അമിതമായിട്ടുള്ള ലഹരി ഉപയോഗത്തോട് നമുക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ നീയൊക്കെ എന്തിനാ പുരോഗമനം പറയുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതായത് ഇവരെന്ത് ചെയ്യും, ഓരോ യുക്തിവാദി പുരുഷന്മാർ വന്നിട്ട് സ്ത്രീകളോട് ചോദിക്കും, ഈ സമ്മതം ചോദിക്കും, കൺസെന്റ് ചോദിക്കും. അപ്പോൾ അതിനോട് എതിർക്കുന്ന അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്ന നിങ്ങളെന്ത് പുരോഗമനവാദിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിലൊക്കെയുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രയാസങ്ങളും ഉപദ്രവങ്ങളൊക്കെ അങ്ങനെയുള്ള കുറച്ച് ചർച്ചകളൊക്കെ ഒരുപാട് വന്നിരുന്നു. സിനിമാ മേഖലകളിൽ അത്തരം ചർച്ചകൾ വന്നിരുന്നു. അപ്പോൾ അതിനോടൊക്കെ പ്രതികരിച്ചുകൊണ്ട് ഈ പരസ്പര സമ്മതം എന്ന് പറയുന്ന കാര്യം അടിസ്ഥാന മാനദണ്ഡം ആക്കിയ ആൾക്കാർ തന്നെ അതിനോട് പ്രതികരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ പരസ്പര സമ്മതത്തിൻ്റെ അപ്പുറത്തേക്ക് കുറേ മാനദണ്ഡങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഈ പറഞ്ഞ എല്ലാ പുരോഗമനത്തിൻ്റെയും തലതൊട്ടപ്പനായി അതിൻ്റെ മൂത്താപ്പിയായിട്ട് നമ്മുടെ മുമ്പിലേക്കൊക്കെ വരുന്ന മൈത്രേയൻ തന്നെയാണ്. മൈത്രേയൻ ഈ പരസ്പര സമ്മതത്തെ എങ്ങനെയാണ് കാണുന്നത്, പരസ്പര സമ്മതം ചോദിക്കുന്ന ആ കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്, കൺസെന്റ് ചോദിക്കാനുള്ള ഷർത്തുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിൻ്റെ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ ഇടയ്ക്കൊരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കന്ന് ശരിക്കും മൈത്രേൻ വീഡിയോസ് ഇടുന്ന സമയമായിരുന്നു, കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡിൽ. അപ്പോൾ ആ മൈത്രേൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ശരിക്കും എനിക്ക് അതിനൊരു ക്ലാരിറ്റി ഉണ്ടായത്. ഒരു ഫംഗ്ഷനിൽ ഒരു പയ്യൻ, ഒരു 10-24 വയസ്സുള്ള ഒരു പയ്യൻ വന്ന് എന്നോട് ചോദിച്ചു, ഒരു സെലിബ്രിറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു. നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയാൽ, അവരുമായിട്ട് ഒരു സെക്സിൽ ഏർപ്പെടണം എന്ന് തോന്നിയാൽ നമ്മൾ അവരോട് നേരിട്ട് നടന്ന് അവരോട് ചോദിച്ചുകൂടെ, അതിലെന്താണ് തെറ്റ്, അത് മാന്യമായ രീതിയിൽ നമ്മൾ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ആ പയ്യൻ വന്ന് എന്നോട് ചോദിച്ചായിരുന്നു. മാം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ, അതിലെന്താ പ്രോബ്ലംസ്. അപ്പം ഞാനും ഇരുന്ന് ആലോചിച്ചു, ഇതിലെന്തോ പ്രശ്നമുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം എനിക്കിന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു വ്യക്തി എന്നോട് വന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ വളരെ വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് അതിൽ തെറ്റുണ്ട് എന്നൊരു ലോജിക്കൽ എനിക്ക് ഉത്തരം നൽകാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ മൈത്രേന്റെ വീഡിയോ കണ്ടത്. ആ വീഡിയോയിൽ വളരെ ഇലാബറേറ്റ് ആയിട്ട് മൈത്രേൻ അതിലെ പ്രശ്നം എന്താണെന്ന്, അപ്പൊ എന്തോ പ്രശ്നമുണ്ട്, പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയാം. കാരണം എന്താ, എന്തോ പ്രശ്നം ഉണ്ടെന്ന് അത് ഒബ്വിയസ്ലി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി അതൊരു പ്രശ്നമാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. പക്ഷെ ഇവർ പഠിച്ച മാനദണ്ഡം എന്താണ്? കൺസെന്റാണ് അല്ലെ, പരസ്പര സമ്മതമാണ്. പരസ്പര സമ്മതമാണ് മാനദണ്ഡം എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് തെറ്റാന്ന് പറയാൻ പറ്റുന്നത്? എന്നാൽ അതേ സമയത്ത് ഉള്ളിലാണെങ്കിൽ അത് തെറ്റാന്ന് ഉറപ്പാണ് അല്ലേ, ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ മൈത്രേൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ഫിഖൊക്കെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആ ഫിഖാണ് പറയാൻ പോകുന്നത്. പറയുന്നുണ്ട് അതിൽ കോൺസെന്റ് ഉണ്ട്. ആ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഈ എറണാകുളത്ത് തന്നെ ഒരു പെൺകുട്ടി ഒരു ലിഫ്റ്റ് കൊടുത്തിട്ട് ഒരു പയ്യൻ അവളുടെ മാറിൽ സ്പർശിച്ചോട്ടെ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അവൻ കേട്ടിട്ടുണ്ട് ചോദിക്കേണ്ടതുണ്ടെന്ന്, കൺസെന്റ് എന്ന്. കൺസെന്റ് വേണം എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ കൺസെന്റ് ആയി എന്നാണ്. കൺസെന്റ് കിട്ടിയെന്ന് മാത്രമല്ല, ചോദിച്ച് എന്റെ വശം കഴിഞ്ഞു എന്നാണ്. പക്ഷെ ചോദിക്കുക എന്ന് പറയുന്നത് ആരോടെന്നുള്ള ചോദ്യം ഒരിക്കലും അഡ്രസ് ചെയ്യപ്പെട്ടില്ല. ലൈംഗിക തൊഴിലാളികളായ ഒരു സ്ത്രീയോട് ഞാൻ വിൽക്കാൻ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. വിൽക്കപ്പെടാനായിട്ട് നിൽക്കുന്ന ഒരാളോട് അങ്ങനെ ചോദിച്ചുകൂടാ. നമ്മളിപ്പോൾ ഒരു വീട്ടിന്റെ മുൻവശത്ത് സെയിൽ എന്ന് എഴുതി വെച്ചാൽ, അപ്പോൾ ലൈംഗിക തൊഴിലാളികൾ അവരെന്താണ്, അവർ സ്വയം ശരീരം വിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ വിൽക്കുന്ന ആളുകളോട് ചോദിക്കാം, ഓക്കെ, വിൽക്കുന്ന ആളുകളോട് ചോദിക്കാം. പക്ഷേ ബാക്കിയുള്ള സ്ത്രീകൾ അങ്ങനെ വിൽക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരോട് കൺസെന്റ് നേരിട്ട് പോയി ചോദിക്കാൻ പറ്റൂല എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഇതിപ്പം അവസാനം മതാത്മക ചിന്തയാവുമെന്നും അറിയില്ല കേട്ടോ, നോക്കാം. അപ്പോൾ എന്തായാലും ഒരു വീടിൻ്റെ മുമ്പിൽ പോയി അവിടെ ഒരു സെയിൽ എന്നുള്ള ബോർഡ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ചോദിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അനാലജിയിലേക്കൊക്കെയാണ് പോകുന്നത്. സെയിൽ എന്ന് എഴുതി വെച്ചാൽ അവിടെ പോയിട്ട് ഈ വീടിന് എന്ത് വിലയെന്ന് ചോദിക്കാം. അല്ലാതെ നമ്മളെ കാണുന്ന പെര, ഒരു വീട്ടിലെ ആളുകൾ താമസിച്ചിരിക്കുന്ന പെരയ്ക്ക് ഇതിന് എത്ര വിലയുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുമോ? അതാണ് ഇത്.
കാരണം അത് സെയിലിനുള്ളതല്ല. അവിടെയാണ് ആളുകൾ പരസ്പരം അറിഞ്ഞ് പരസ്പര സമ്മതമുള്ള മനുഷ്യർ തമ്മിൽ ചോദിക്കേണ്ട ചോദ്യമാണ്. സമ്മതം ഉള്ളവരുടെ ഇടയിലുള്ള ചോദ്യമാണ്. പക്ഷെ സമ്മതം ആണല്ലോ ചോദിക്കുന്നത്. സമ്മതമാണല്ലോ ചോദിക്കുന്നത്. അപ്പം സമ്മതമാണ് അടിസ്ഥാനം. ഓക്കെ, രണ്ടുപേർ തമ്മിലുള്ള സമ്മതമാണ് അടിസ്ഥാനം. അപ്പോൾ സമ്മതമാണല്ലോ ചോദിക്കുന്നത്. സമ്മതമാണോ എന്നാണ്, അല്ലാതെ പിന്നെ നേരെ പോയി അധികാരം പ്രയോഗിക്കല്ല. അതായത് എനിക്ക് എന്നോട് ഡയറക്ട്ലി വന്ന് എന്തും ചോദിക്കണത് എനിക്ക് ഇഷ്ടമാണ്. അതായത് ഇഫ് യു ലവ് മീ യു ടെൽ ഇറ്റ് ഓൺ മൈ ഫേസ് ദാറ്റ് യു ലവ് മീ. ഇഫ് യു വാണ്ട് ടു സ്ലീപ്പ് വിത്ത് മീ യു ടെൽ ഇറ്റ് ഓൺ മൈ ഫേസ്. പക്ഷെ ഇതല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇല്ല. അതായത് നേരിട്ട് വന്ന് ചോദിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ ദൂരെ നിന്ന് കുറെ കമന്റ് അടിച്ച് അല്ലെങ്കിൽ കുറെ അല്ലാണ്ട് കുറെ നമ്പേഴ്സ് ഒക്കെ എടുത്ത് അതിലൂടെ പിന്നെ അതിലേക്ക് വരാൻ വേണ്ട. അതായത് ലെറ്റ് ഹിം ആസ്ക്. നോ, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പോവും, ഇല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയും. അത്രേ ഉള്ളൂ. രണ്ടുപേർ തമ്മിലുള്ള സമ്മതമാണ് അടിസ്ഥാനം. അപ്പോൾ സമ്മതമാണല്ലോ ചോദിക്കുന്നത്. സമ്മതമാണോ എന്നാണ്, അല്ലാതെ പിന്നെ നേരെ പോയി അധികാരം പ്രയോഗിക്കല്ല. മറിച്ച് സമ്മതമാണോ എന്നാണ് ചോദിക്കുന്നത്. ആ സമ്മതമാണോ ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ചാണ് ഈ ചോദ്യം. അപ്പോൾ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ പറഞ്ഞ ഉദാഹരണം, ഒരു വീട് ഫോർ സെയിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അവിടെ പോയി ചോദിക്കാം. പക്ഷേ സെയിൽ എന്ന് എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഇവിടെ ഈ അനാലജി ഇത് ബാധകമാണ്. എവിടെ? ഒരു റിലീജിയസ് സൊസൈറ്റിയിൽ ഇത് പറഞ്ഞത് വളരെ, അതാണ് ഞാൻ പറഞ്ഞത്, മൈത്രേനെ കുറച്ച് മതാത്മക ചിന്തകളൊക്കെ വരുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നുള്ളത്. കാരണം ഒരു മതാത്മക പിന്നെ ലോകത്ത് അല്ലെങ്കിൽ മതാത്മകമായ ഒരു സൊസൈറ്റിയിൽ, അത് എല്ലാവരും മതം അനുസരിച്ച് ജീവിക്കണമെന്നില്ല, ആ മതാത്മകമായ ഒരു ധാർമ്മികതയുള്ള സൊസൈറ്റിയിൽ, അതാണല്ലോ പൊതുവെ എല്ലാ സൊസൈറ്റിയുടെ ധാർമ്മികതയ്ക്ക് അടിസ്ഥാനം മിക്കതും മതത്തിൻ്റെതായ ആ മൂല്യങ്ങളാണ്. അപ്പോൾ ആ അത്തരത്തിലുള്ള മതമൂല്യങ്ങൾ അനുസരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പർശനമുള്ള ഒരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞത് ശരിയാണ്. കാരണം എന്താ, പിന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും എന്തല്ല ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിന് റെഡിയല്ല. അത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾക്ക് റെഡിയല്ലാത്ത ഒരാളോട് പോയിട്ട് പിന്നെ സമ്മതമാണോ ചോദിക്കുന്നത് ശരിയല്ല. ആ ഒരു യുക്തി ശരിയാണ്. പക്ഷേ അത് മതാത്മകമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലേ വരുള്ളൂ. പക്ഷേ ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് കാഷ്വൽ സെക്സിനെ കുറിച്ച്, ഹുക്കപ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന, അതൊക്കെ വളരെ നോർമലാണ്. ഏതുവരെ ഓരോ സ്ത്രീയും ഒരു പുരുഷന് മുമ്പിലുള്ള പുതിയ സാധ്യതകളാണ് എന്ന് എഴുതി വെച്ച ആൾക്കാരാണ് നിരീശ്വരവാദികൾ. അപ്പോൾ ഈ സെക്സ് എന്നൊക്കെ പറയുന്നത് വളരെ കാഷ്വലാണ്, വളരെ നോർമലായി സംഭവിക്കേണ്ട കാര്യമാണ്. അതിലൊന്ന് ഈ വിവാഹം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നതൊക്കെ ഈ സമൂഹം, മതാത്മക സൊസൈറ്റി ഉണ്ടാക്കി വെച്ച ബേർഡനുകളാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ സ്വാതന്ത്ര്യം പറഞ്ഞ ആൾക്കാരാണ്. വലിയ സ്വാതന്ത്ര്യം പറഞ്ഞ ആൾക്കാർ ഇപ്പം ആ സ്വാതന്ത്ര്യമെന്ന് അവർ പറഞ്ഞ് കൊണ്ടുവന്ന സാധനങ്ങളുടെ റിയാലിറ്റി അത് ശരിക്കും രുചിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ ന്യായങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇതന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നമ്മൾ ആദ്യം മുതലേ പറയുന്നൊരു കാര്യം ഇതാണ്, ഇങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് പോലെ അത്ര സിമ്പിളായിട്ട് പരസ്പര സമ്മതം എന്ന് പറഞ്ഞൊരു ഒറ്റ ഒരു വരിയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല ധാർമ്മികത എന്ന് പറയുന്നത്. അത് ഒരുപാട് മാനങ്ങൾ അതിനുണ്ട്. അവിടെ എന്ത് ചെയ്യണം, ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. അത് തന്നെ ആ കമ്മിറ്റ്മെൻറ്റ് ഇവരിപ്പോൾ പറയുന്നത് വെച്ചാൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടായിരിക്കണം ചോദിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആ അറിഞ്ഞുകൊണ്ട് എന്നുള്ളത് തന്നെ, ആ അറിഞ്ഞുകൊണ്ടും പലതരത്തിലുള്ള മാനിപ്പുലേഷൻ സംഭവിക്കാം. മാനിപ്പുലേറ്റഡ് കൺസെൻറ്റ് അല്ലേ? അവിടെയൊക്കെയാണ് നമ്മൾ പറയുന്നത് കൃത്യമായ വ്യവസ്ഥാപിതമായിരിക്കണം. അതുകൂടിയേ ഇനി വരാനുള്ളൂ. ഇതുവരെ ഉള്ളത് കുറേയൊക്കെ എന്ത് ചെയ്തു തിരുത്തി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. നല്ല കാര്യം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയുന്നത് ഇനിയും നിങ്ങൾ ശരിയാവാനുണ്ട്. കുറച്ചുകൂടി എന്ത് ചെയ്യാണ്ട് ധാർമ്മികത നിങ്ങൾക്ക് മനസ്സിലാവാനുണ്ട്. നമ്മൾ പറയുന്നു വ്യവസ്ഥാപിതമായ കൃത്യമായ കരാറോടുകൂടിയായിരിക്കണം. അതിനാണ് നമ്മൾ വിവാഹം എന്ന് പറയാം. ഓക്കെ, ഈ ലിവിങ് ടുഗദറിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ അതുകൂടി ഒന്ന് തിരുത്തിയ സംഭവം റെഡിയാവും. ഓക്കെ, മാനിപ്പുലേറ്റഡ് കൺസെൻറ്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറത്ത് രണ്ടാളുകൾ അത് പരസ്പരം അറിഞ്ഞ് ഒരു പിന്നെ സാമൂഹികമായ ഒരു സുരക്ഷിതത്വത്തോടു കൂടിയുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമാണ് അവിടെ സ്ത്രീ സുരക്ഷിതയാവുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ കൺസെൻറ്റ് മതി എന്ന ഒറ്റ വാചകത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങളിലൂടെ സ്ത്രീകൾക്ക് പോകേണ്ടി വരും. അതിനപ്പുറത്തേക്ക് കൺസെൻറ്റ് എന്ന് ചോദിക്കുന്നതിന് തന്നെ കൃത്യമായ ചില മാനദണ്ഡങ്ങൾ വേണം. അത് എന്ന് പറയുന്നത് കൃത്യമായ വ്യവസ്ഥാപിതമായ ഒരു പിന്നെ സാമൂഹികമായ ചട്ടക്കൂടുകൾക്കനുസരിച്ച് കൊണ്ടുള്ള, അതിനാണ് നമ്മൾ വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹത്തിൽ സാമൂഹികമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എതിർക്കാം. അതിലൊന്നും സംശയമില്ല. ഇപ്പോൾ സ്ത്രീധനം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, അതിനൊക്കെ എതിർക്കാം. പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ വിവാഹത്തെയും കുടുംബത്തെയും അത്തരം ബന്ധങ്ങളെയും എല്ലാം എതിർത്ത് കാഷ്വൽ സെക്സിനും ഹുക്കപ്പിനും പോയ ആൾക്കാർ ഇപ്പം എന്ത് ചെയ്യാണ്, പതിയെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല കാര്യമാണ്. ബാക്കി ന്യായങ്ങൾ കേൾക്കാം. ചോദിക്കാൻ അതിന് പരിചയമായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് വരുന്ന കാറെല്ലാം വില, ഇതിനെന്താ വില, വിൽക്കുമോ എന്ന് ചോദിക്കുവോ?
അത് അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടില്ല. ഇത് ഡെവിൾസ് അഡ്വക്കേറ്റ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അവിടെ സമ്മതമാണല്ലോ ഒന്ന് ചോദിക്കുന്നത്. അല്ല, സമ്മതമല്ലത്. അത് സമ്മതമല്ല. അത് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അവരോട് പെരുമാറാൻ ഉള്ള അവകാശം ഉള്ളതുപോലെ നിങ്ങളത് പറയുന്നത്. അത് സമ്മതം ഉണ്ടായിട്ടില്ല. സമ്മതം ചോദിക്കണമെന്നുണ്ടെങ്കിൽ പരിചയങ്ങൾ വേണം. ഇഷ്ടമുള്ളതുപോലെ അവിടെ പെരുമാറാൻ അവകാശമുള്ളതുപോലെ പെരുമാറല്ലേ ചെയ്യുന്നത്. മറിച്ച് അവിടെ വളരെ മാന്യമായി അദ്ദേഹം ആ സ്ത്രീ തന്നെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, വളരെ മാന്യമായി കൺസെന്റ് ചോദിക്കുന്ന കാര്യമാണ് പറയുന്നത്. സമ്മതമാണോ എന്ന് മാന്യമായി ചോദിക്കുന്ന കാര്യം അവിടെ പോലെ അത് അംഗീകരിക്കാൻ പറ്റൂല. ശരിയാണ്, ഈ വിഷയത്തിൽ മൈത്രൻ പറയുന്ന ഈ സ്റ്റാൻഡ് ശരിയാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ സ്വതന്ത്രവാദത്തിൽ ഇത് ശരിയാവില്ല. ഓക്കെ, അതിലെന്ത് ചെയ്യണം, കുറച്ച് മതാത്മകമായി ഇങ്ങോട്ട് വരണം. നല്ല കാര്യം. സമ്മതം ചോദിക്കണമെന്നുണ്ടെങ്കിൽ പരിചയങ്ങൾ വേണം, പരസ്പരം അറിയണം. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോംഡ് കൺസെന്റ് എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. കൺസെന്റ് ചോദിക്കാൻ ഇൻഫർമേഷൻ വേണം. ഇത് വെച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് ഇഷ്ടമായത് കാരണം കൊണ്ട് നിങ്ങൾ ആയിട്ട് എനിക്ക് ബന്ധം ഉണ്ടാക്കണമെന്ന് ചോദിക്കാൻ അവകാശമില്ല. ആ അവകാശമില്ല. റോഡിൽ ഇപ്പം ഒരു ഡോക്ടർ രോഗി കടന്നു വരുമ്പോഴാണ് സമ്മതം ചോദിക്കുന്നത് ഓപ്പറേറ്റ് ചെയ്യട്ടെ എന്ന്. അപ്പോഴാണ് അവിടെ കൺസെന്റിന് ഒപ്പിടുന്നത്. ഈ ഇൻഫോംഡിനകത്ത് ഒരു നോൺ വെർബൽ ക്യൂസും അതാണ് കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ എന്ന് പറയുന്നത്, ആണ് പരിചയം എന്ന് നമ്മൾ പറയുന്നത്. പരസ്പരം പരിചയപ്പെട്ട് രണ്ടുപേര് തമ്മിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കാം എന്ന് വരുമ്പോഴാണ് ആ ചോദ്യം ശരിയാകുന്നത്. അതില്ലാതില്ല. നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ള അർത്ഥം പോലും വരുന്നത് അത്തരത്തിലുള്ള സന്ദർഭം ഉണ്ടാകുമ്പോഴാണ്. ആരാണ് ഈ പറഞ്ഞത്? കാഷ്വൽ സെക്സിന്റെ ഒരു പരിചയം ഇല്ലാത്തവർ തമ്മിൽ വരെ അത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ വരെ ആവാം എന്നൊക്കെ പറഞ്ഞ് സ്വാതന്ത്ര്യമൊക്കെ വലിയ പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പം അതിൻ്റെ കയ്പ് നീരുകൾ അനുഭവിച്ച് തുടങ്ങുമ്പോൾ തിരുത്തി തുടങ്ങാൻ നല്ല കാര്യമാണ്. റിക്വസ്റ്റ് ആണ് ആദ്യം വെക്കുന്നത്. കൺസെന്റ് ചോദിക്കാനായിട്ട് ആദ്യം ഒരിക്കലും പറ്റത്തില്ല. ടിക്കറ്റ് എടുത്ത് കയറുന്ന ബസ് ആണെന്നുണ്ട് കാണുമ്പോഴാണ് നമുക്ക് അതിനകത്ത് കയറിയിട്ട് അത് പറയാനൊക്കത്തുള്ളൂ. ടാക്സിയിൽ കയറിയിട്ടാണ് വണ്ടി വിടാനായിട്ട് ആവശ്യപ്പെടാനൊക്കത്തുള്ളൂ. വഴിയെ പോകുന്ന ഒരു വണ്ടിക്കകത്ത് കയറിയിട്ട് കാശ് തരാമെന്ന് ചോദിക്കാൻ, ഞാൻ പണം തരാമെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു പോയിന്റ് ആരംഭിച്ചിട്ടില്ല. യെസ്, വഴിയെ പോകുന്ന വണ്ടിയിൽ കയറിയിട്ട് ഏതെങ്കിലും നമ്മുടെ വണ്ടിയിൽ ഒരാൾ വന്നിട്ട് പിന്നെ കോഴിക്കോടേക്ക് വിട്ടോളൂ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകില്ല. അതേപോലെ എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി അങ്ങനെ പോകാനുള്ളതല്ല. അതേപോലെ എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും എന്ത് ചെയ്യില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സമ്മതത്തോടു കൂടി സെക്സ് ചെയ്യാനുള്ളവരല്ല. ഇത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ ഇവർ പറഞ്ഞ അങ്ങനെയല്ല, സമ്മതം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ രണ്ടാൾക്കാർ സമ്മതം ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അതാണ് ധാർമ്മികതയുടെ മാനദണ്ഡം. അതിനപ്പുറത്തേക്ക് ഒരു മാനദണ്ഡവും ഇല്ല. കൺസെന്റ് ഇസ് ദ കീ. കൺസെന്റ് മാത്രമാണ് പ്രശ്നം. കൺസെന്റ് മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പം എന്ത് ചെയ്യാണ്, അത് മാത്രം പോരാ, നമ്മൾ അതുകൂടി നോക്കണം, ഇതുകൂടി നോക്കണം എന്ന് പറയാണ്. നമുക്ക് റോഡിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ ലിഫ്റ്റ് തരാമോ എന്ന് ചോദിക്കുന്ന കൈയുണ്ട്, അത് കാണിക്കാം. അല്ലാതെ അതിന് വേറെ ഒന്നും പറയാനൊക്കത്തില്ല. അത് റിക്വസ്റ്റ് ആണ്. അത് നിസ്സഹായനായി നിൽക്കുന്ന സമയത്ത് കാണിക്കുന്നതാണ്. കൈ നീട്ടുന്ന ഒരു എന്താണ് യാചകന്റെ പോയിന്റ് ആണ്. മറ്റേതങ്ങനല്ല. നമ്മളൊരു കടയിൽ കയറുന്നു, അവിടെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന അത് ഓൾറെഡി ആ സെറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞു. അല്ലാതെ ഒരു വീട്ടിനകത്ത് കയറിയിട്ട് അവരുടെ ഇത് ഞാൻ വിലക്ക് തരുന്നോ എന്ന് ചോദിച്ചാൽ വളരെ വലിയ ഒഫൻസ് ആണത്. ആ ഒഫൻസ് ആണ് ഈ തരത്തിലുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൺസെന്റ് ആയെന്ന് തെറ്റിദ്ധരിക്കുക. എനിക്ക് ചോദിക്കാൻ അവകാശമില്ല. ചോദിക്കാൻ അവകാശം ഉണ്ടാകണമെങ്കിൽ മറ്റേയാളെ അതിനുവേണ്ടി റെഡിയായി നിൽക്കുന്ന ജംഗ്ഷനി മാത്രമാണത്. എപ്പോഴാണ് റെഡിയാവുക? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തലയിൽ കയറുമ്പോൾ. അല്ലെങ്കിൽ മതപരമായ ധാർമ്മികതയുടെ അംശങ്ങൾ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അവൻ റെഡിയല്ല. അവനോട് ചോദിക്കാനും പാടില്ല. ചോദിച്ചാൽ നല്ലോണം ഒന്ന് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ അതാണ് മതപരമായ ധാർമ്മികതകളുടെ അംശങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ ഇതിന് റെഡിയായി നിൽക്കുന്ന ആൾക്കാരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ആ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ സ്വതന്ത്രവാദിയായി അല്ലെങ്കിൽ അത്തരം രൂപത്തിൽ അതാണ് ധാർമ്മികതയുടെ മാനദണ്ഡം എന്ന് വെക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം വരുന്നത്. അവിടെ എന്താണ്, കാഷ്വൽ സെക്സ് ഓക്കെയാണ്, ഹൂക്കപ്സ് ഓക്കെയാണ്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഓക്കെയാണ്, അതിന് ഓപ്പണാണ്. സ്വതന്ത്ര ലൈംഗികത നമ്മുടെ പാർട്ടാണ്. സ്വതന്ത്രത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുടെ ഒരു പാർട്ടാണ് സ്വതന്ത്ര ലൈംഗികത. നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർക്ക് ഒരു രീതിയുണ്ട്. ഇല്ല, 100 സ്വതന്ത്ര ചിന്തകളുണ്ടെങ്കിൽ 1001 സ്വതന്ത്ര ചിന്തകളാണുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർ വളരെ ഇനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്തായിരിക്കും കരുതുന്നത്, ചിലർ വിചാരിക്കും പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത്. അതുകൊണ്ട് വളരെ നല്ല മൗനം, ഗൗരവതരമായിട്ടുള്ള മൗനമൊക്കെ ചിലരങ്ങ് അവലംബിച്ചു കളയും.
അങ്ങനെ ഓപ്പൺ ആവണം, അങ്ങനെ സ്വതന്ത്രരാവണം. അതാണ് ശരി. അതാണ് അതിനപ്പുറത്തേക്കുള്ള ഈ പറഞ്ഞ ഒരു പ്രയാസങ്ങളുണ്ടല്ലോ, മാനസികമായ പ്രയാസങ്ങൾ, ഈ കൺസെൻറ്റ് ചോദിക്കുമ്പോൾ വരുന്ന മാനസികമായ പ്രയാസങ്ങളൊക്കെ ഈ സാമൂഹികമായ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് എന്നാണ് പല സ്വതന്ത്രവാദികളും പറഞ്ഞത്. ചിലര് അറിയായിരിക്കും, ചില സാഡിസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകളുണ്ട്, വളരെ ഫെമിനിസ്റ്റുകളായിരിക്കും, ലിബറലൊക്കെ ആയിട്ട് കാണിക്കും. അവർ വലിയ വിശാല അർത്ഥത്തിൽ പോസ്റ്റുകൾ ഇടാറുണ്ട്. വേണമെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള 2-3 പിക്ചറും ഒക്കെ ഇടും. പാവം പിടിച്ച് ഏതെങ്കിലും ദാരിദ്ര്യമുള്ളവൻ അവരുടെ ഇൻബോക്സിലേക്ക് പോകും. നാളെ പിറ്റേ ദിവസം ഇൻബോക്സിന്റെ സ്ക്രീൻഷോട്ടും എടുത്ത് ഒരു 1.5 പേജുള്ള എസ്സേയും കാച്ചി ഒരു ഗമണ്ടം പോസ്റ്റ്, അതോടുകൂടി തീർന്നു ആളുടെ ക്ലാസ്. ഇതൊക്കെ ചിലരൊരു സാഡിസ്റ്റ് ആയിട്ടുള്ള രീതിയാണ്. എന്നിട്ട് അവർ ഇൻബോക്സ് മര്യാദകളെ പറ്റി സൂസൻസ് ലോ ഓഫ് ഇൻബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ലോസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, വലിയ കാര്യം പോലെ നമ്മളോടൊക്കെ കുറേ കാലം സംവദിച്ചതായിരുന്നു ഈ കൺസെൻറ്റ് മാത്രമാണ്, കൺസെൻറ്റാണ് അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആ രൂപത്തിൽ സംവദിച്ച കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ കൺസെൻറ്റിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നു. അതേപോലെ തന്നെ ഇനി കൺസെൻറ്റ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള സാമൂഹികമായ മറ്റു കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നു. ഇങ്ങനെ വളരെ ന്യൂയാൻസ്ഡാണ് വിഷയം. നിങ്ങൾ വിചാരിക്കുന്ന വളരെ സിമ്പിളായിരുന്നില്ല വിഷയം എന്നുള്ളത് ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞതിൽ അതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ ഇതിലിവിടെ അവസാനിപ്പിക്കാതിരിക്കുക. കൂടുതൽ ഇനി അങ്ങനെ ഒരു പരിചയത്തിലൂടെ കൺസെൻറ്റ് ചോദിക്കുന്നതിനും എത്രത്തോളം പ്രശ്നങ്ങളുണ്ട്, എത്രത്തോളം അവിടെ മാനിപ്പുലേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്, എത്രത്തോളം സാമൂഹികമായ സുരക്ഷിതത്വത്തിന് പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ബാക്കി ഘടകങ്ങൾ കൂടി നിങ്ങൾ പരിഗണിക്കാൻ തുടങ്ങിയാൽ വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.